ഫിസിക്കൽ ഗോൾഡോ ഡിജിറ്റൽ ഗോൾഡോ ഇതിലേതായിരിക്കും ബെറ്റർ? നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, കൺവീനിയൻസ്. ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ജ്വല്ലറിയിൽ പോകണം, പിന്നെ അതിൻ്റെ പ്യൂരിറ്റി നമ്മൾ നോക്കണം, പിന്നെ അത് വിൽക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നാടായ നാട് മൊത്തം നടന്ന് ഏറ്റവും ബെസ്റ്റ് റേറ്റ് എവിടെ കിട്ടുന്നതെന്നൊക്കെ നോക്കി, അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ജ്വല്ലറിയൊക്കെ കാണുള്ളൂ. അപ്പം അതെല്ലാം ഭയങ്കര ടാസ്ക്കാണ്. ഡിജിറ്റൽ ഗോൾഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിലാണ്. 24/7 നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ്. എത്ര ചെറിയ എമൗണ്ടിന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാനും പറ്റും. സെക്കൻഡ് പോയിന്റ്, സ്റ്റോറേജ്. ഈ ഫിസിക്കൽ ഗോൾഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ള എന്തൊരു ടാസ്ക് അല്ലേ. കുറുവാ സംഘത്തിനൊക്കെ പേടിക്കണം. ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിത്ഡ്രോ ചെയ്യാനോ സെല് ചെയ്യാനോ ഒക്കെ പറ്റും. തേർഡ് പോയിന്റ്, ലിക്വിഡിറ്റി. മറ്റേത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ്സിന്റെ ഓപ്ഷൻസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് ആണ് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്നത്. ഫോർത്ത് പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് സ്റ്റേബിൾ ഗ്രോത്ത്. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം മേക്കിംഗ് ചാർജസ് ഇല്ല. വേറെ ഒരു റിക്കറിംഗ് ചാർജ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിലില്ല. വേൾഡിലെ എക്കണോമിക് ക്രൈസിസുകളുടെ ഇടയിൽ പോലും നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തരുന്ന ഒരു എൻറ്റിറ്റിയാണ് ഡിജിറ്റൽ ഗോൾഡ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഡിജിറ്റൽ ഗോൾഡ് സേവ് ചെയ്ത് തുടങ്ങാം.